നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളുടെ ഒക്കെ കണക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലെ. അതിലുണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതാ ഈ ചെറിയ കുടലിന്റെ ഉള്ളിലാണ്. ചെറിയ കുടലിന്റെ ഉള്ളില് ഈ ചെല്ലുന്ന ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഇതിന് എഫക്ട് ആവില്ലായിരിക്കും. പക്ഷെ ഇത് ചെന്ന് നമ്മുടെ സ്റ്റമക്കിന്റെ ഉള്ളിലുള്ള ഈ കുടലിന്റെ ഉള്ളിലുള്ള ലെയറിനൊക്കെ ഇത് എഫക്ട് ആവും. ന്യൂട്രിയൻസ് കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ സെല്ലുകളൊക്കെ ഡാമേജ് ആയി അതിന്റെ ഉള്ളിൽ പോളിപ്പ് വന്ന് അത് ക്യാൻസേഴ്സ് ഉണ്ടാക്കാനുള്ള സാധ്യത വരെ കൂടുതലാണ്. ഇന്ന് ഏറ്റവും കൂടുതലുള്ള ക്യാൻസേഴ്സ് ആണ് കുടൽ ക്യാൻസറും മറ്റേത് കോളൻ, അതായത് കോളൻ ക്യാൻസേഴ്സും സ്റ്റമക് ക്യാൻസേഴ്സും. അപ്പൊ അതുകൊണ്ട് അത് തുടങ്ങുമ്പോൾ ഉള്ള പല ലക്ഷണങ്ങൾ നമ്മൾ അതായത് കോമൺ ലക്ഷണങ്ങളാണ് ഇതിനകത്തൊക്കെ ഉണ്ടാവുക. ഉറങ്ങുന്നവരൊന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് നിവർന്നിരുന്നേ. കാരണം ഇതിലുണ്ടാകുന്ന ആദ്യത്തെ കാര്യം ബ്ലോട്ടിംഗ് ആണ്. വയറിനൊരു ഗ്യാസ് ഫീൽ ചെയ്തതുപോലെ തോന്നുക. ഇത് വന്നാൽ നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് നോക്കുവോ? ഇല്ല. കാരണം എന്താ, ഗ്യാസ് എല്ലാവർക്കും എപ്പോഴും വരുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കില്ല. വയറിങ്ങനെ കമ്പിച്ചിരിക്കുന്നത് പോലെ തോന്നുന്ന ഒരു ഫീല്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, നമുക്ക് മോഷൻ പോവാത്ത വരുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര ടൈറ്റ് ആയിട്ട് മോഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ബ്രെയിൻ ഫോഗ്, അതായത് ഭയങ്കര എന്താ പറയാ, നമുക്ക് മൈൻഡ് നമ്മുടെ കയ്യിൽ കിട്ടാത്തത് പോലത്തെ ഒരു അവസ്ഥ, ക്ഷീണം, സ്കിൻ പ്രോബ്ലംസ്, ഇങ്ങനത്തെ ചെറിയ മുഖക്കുരു, അങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് വരുമ്പോഴൊന്നും നമ്മൾ എവിടെ ശ്രദ്ധിക്കില്ല. ഇതിന്റെ ലക്ഷണം ഇവിടെ നിന്നാണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കൂല. ഈ പറയുന്ന ലക്ഷണമൊക്കെ സാധാരണ ഒരുവിധം പല പ്രശ്നങ്ങൾക്കും കാണുന്നതായതുകൊണ്ട് നമ്മളത് സാരില്ല എന്ന് വെക്കും. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴാണ് ഈ ക്യാൻസേഴ്സ് ഒക്കെ എന്താവുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഏർലി സ്റ്റേജിൽ ഇങ്ങനത്തെ സിംറ്റംസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഏർലി സ്റ്റേജിൽ നമ്മൾ പലപ്പോഴും അറിയാറില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ.